the magnification of a body of size 1 meter. So body size എന്ന് പറയുമ്പോൾ തന്നെ height of the object അതാണ് 1 meter എന്ന് തന്നിരിക്കുന്നത്. And magnification is 2, m is 2. What is the size of the image? hi ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. m is hi by ho. ഈ ഒരു റിലേഷൻ എടുത്താൽ മതി. m എന്ന് പറയുന്നത് 2 ആണ്, hi എന്ന് പറയുന്നത് അറിഞ്ഞൂടാ, ho എന്ന് പറയുന്നത് 1 and it is meter അല്ലെ തന്നിട്ടുണ്ട്. അപ്പോ hi ഈ 1 എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 1 into 2 2 തന്നെ. 2. What is the position of the image? That means v ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. What is the position of the image എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. When an object is placed at a distance of 20 centimeters, so u എന്ന് പറയുന്നത് minus 20 centimeter, കാരണം it is in front of a mirror അല്ലെ. എപ്പോഴും കോൺകേവ് മിററിന്റെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. So it is negative, u is negative, and its focal length is given, f is 20, and focus is also in front of the mirror, it is negative. So minus 20 centimeter ആണ് f. ആക്ച്വലി ഇപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഫോക്കസിലാണ് കണ്ടോ. അപ്പൊ ഇതിനകത്ത് മാത്സ് ഒന്നും ചെയ്യാനില്ല, മാത്സ് ചെയ്താലും അങ്ങനെ തന്നെ വരുള്ളൂ. നമുക്ക് f is minus 20 and u is also minus 20 means object is at the focus. So v is, image will be formed at infinity. ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഉണ്ടായത്. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. അത് വേണമെങ്കിൽ മാത്സിൽ ചെയ്ത് നോക്കിയാൽ ഇത് തന്നെ കിട്ടും. നോക്കിയോ, 1 by f mirror equation is equal to 1 by v plus 1 by u. f is minus 20 and this is also v is unknown, plus minus 1 by 20. So 1 by v is equal to 0. 1 by v equal to 0. നമുക്ക് v ഇവിടെ 0 ആയിട്ട് എടുക്കാൻ പറ്റില്ല. See, that means v is infinity. v will be 1 by 0 which is not defined. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ പറയും v is infinity. അപ്പൊ ഇങ്ങനെ ചെയ്ത് വന്നാലും ചില കുട്ടികൾക്ക് ഇപ്പോ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഓർമ്മ വരണമെന്നില്ല, ഫോക്കസിൽ തന്നെയാണ് ഇമേജ് ഇരിക്കുന്നതെന്ന് ഓർക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെ ചെയ്ത് വരുമ്പോ ഇങ്ങനെ കണ്ടാൽ ഓർക്കണം ഇമേജ് ഇസ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇമേജ് ഫോം ഫസ്റ്റ് കേസിൽ m is given as positive 4. This positive sign indicates that it is erect. Image is erect. പോസിറ്റീവ് സൈനിൽ അത് കിട്ടും. ഇറക്റ്റ് ആണെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഇസ് വെർച്വൽ. ആൻഡ് ദിസ് 4 അല്ലെ, മോർ ദാൻ 1 4, സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് മാഗ്നിഫൈഡ്. എമ്മിന്റെ വാല്യൂന്ന് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. പോസിറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ഇറ്റ് ഇസ് ഇറക്റ്റ് ആൻഡ് വെർച്വൽ, ആൻഡ് ദിസ് വാല്യൂ 4 ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഇസ് മാഗ്നിഫൈഡ്. ബി പാർട്ടിൽ വന്നത് m as -2. സി, നെഗറ്റീവ് സൈൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് ഇൻവേർട്ടഡ്. അതിപ്പോഴേ മനസ്സിൽ വിചാരിക്കണം. വലിയ പ്രോബ്ലത്തിൽ നെഗറ്റീവ് സൈൻ മാത്രമേ തരുള്ളൂ, ഇൻവേർട്ടഡ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ നെഗറ്റീവ് സൈൻ കണ്ടാൽ ഓർക്കണം തല താഴെയായിട്ട് നിൽക്കുന്ന ആളാണെന്ന്. ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് റിയൽ ആയിരിക്കും. ഇനി ഈ 2 എന്നുള്ള നമ്പർ കാണുമ്പോൾ മനസ്സിലാക്കണം ഇറ്റ് ഇസ് മാഗ്നിഫൈഡ്. സോ എമ്മിന്റെ വാല്യൂന്ന് തന്നെ ഇമേജിനെ പറ്റിയുള്ള ഇത്രയും കാര്യങ്ങൾ കിട്ടും. Which is the relation between these three things എന്ന് ചോദിച്ചാൽ അത് മിറർ ഇക്വേഷൻ ആണ്. മിറർ ഇക്വേഷൻ. ഇനി ഒബ്ജക്റ്റീവ് ആകുമ്പോൾ രണ്ട് പല രീതിയിൽ ചോദിക്കാം. ഇപ്പൊ 1 by f equal to 1 by v plus 1 by u, or we can say f is equal to uv by u plus v. ഇത് തന്നെയാണ്, സെയിം ആണ്. എന്തൊക്കെയാ തന്നിരിക്കുന്നത് നോക്കാം. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 centimeter ഫ്രം എ കോൺകേവ് മിറർ. എപ്പോഴും ഓർക്കണം ഇത് ഇവിടെയാണ്. ഒബ്ജക്റ്റ് എപ്പോഴും ഇൻ ഫ്രണ്ട് ആണ്. u is always negative centimeter from a concave mirror of focal length f. That is also negative because it is in front of the mirror f. So minus 10. And describe the nature. Nature complete ആയിട്ട് ഇതിന്ന് പറയണം. ആകെ രണ്ട് കാര്യം തന്നിട്ടുള്ളൂ. So first we will apply mirror equation. u f ഒന്നിച്ച് വരുന്ന ഒരു ഇക്വേഷൻ അതല്ലേ ഉള്ളൂ. അപ്പൊ അതങ്ങ് എടുക്കും. From that we will get value of v. Image എവിടെ ഉണ്ടായെന്ന് കിട്ടും. Okay.
1 by f equal to 1 by u plus 1 by v. So f minus 10 u minus 20 sorry equal to minus 20 plus 1 by v. So 1 by v is equal to, see ഇത് ഞാൻ അവിടെ നിർത്തിയിട്ട് ഈ 1 by minus 20 നെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. So minus 1 by 10, see this is minus 1 by 10 and this negative number gone there, plus I. And minus 1 by 10, ഇവിടെ ഒരു 20 ആണ് ഡിനോമിനേറ്ററിൽ. സോ ഞാൻ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. minus 2 by 20 ആണ് ഈ കിടക്കുന്നയാള്. minus 2 by 20 plus 1 by 20, that is minus 1 by 20. So 1 by v ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. 1 by v കിട്ടിയത് minus 1 by 20. So v is actually minus 20 centimeter. Okay. v എന്ന് കിട്ടിയത് minus 20. Image in front of the mirror ആണ്. Because v ന്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയത്. ആൻഡ് ഓക്കെ, ഇവിടുന്ന് തന്നെ എടുക്കാം. 20 centimeter away from mirror ആണ്. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ എടുത്തിട്ട് പറയാം. അല്ലാതെ ഇതൊന്നും പറയാമായിരുന്നു, എന്നാലും മാഗ്നിഫിക്കേഷൻ എടുക്കാം. മാഗ്നിഫിക്കേഷൻ എടുക്കുമ്പോൾ m is equal to minus v by u minus of v is minus 20 and u is again minus 20 ആണ്. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് u എന്താന്ന്, minus 20 ആണ്. അത് ഇങ്ങോട്ട് കൊടുക്കാം. സോ minus 20. ദേ മുകളിലും താഴെ ഓരോ minus 20 കട്ടായി, ബാക്കി ഒരു -1 ആണ്. So we got m as -1. See, if this negative sign indicates the image is inverted. Image is inverted because m is negative, and inverted in the sense it is real. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ 1 കിടക്കുന്ന കണ്ടാൽ മനസ്സിലാവും. It is same size as that of the object. ഇത്രയും കാര്യം വിയിൽ നിന്നും എമ്മിൽ നിന്നും കിട്ടിക്കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി വേറൊരു കാര്യം പറയാം. ഈ എമ്മിന്റെ കാൽക്കുലേഷന് മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്യാം. ബിക്കോസ് വിയും യുവും, അതായത് ഒബ്ജക്റ്റും ഇമേജും ഒരേ പൊസിഷനിൽ വരുന്ന ഒരൊറ്റ കേസേ ഉള്ളായിരുന്നു. അവിടെ നമുക്ക് പഠിച്ചതാണ് അത് സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും എന്നൊക്കെ പഠിച്ചതാണ്. അങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, ബട്ട് ഈ വഴിക്കും പോവാം. ഓക്കെ, ഒബ്ജക്റ്റ് ഓഫ് 10 centimeter ഹൈറ്റ്, അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO ആണ് ഈ തന്നിരിക്കുന്നത്. 10 centimeter is placed at a distance of 36 centimeter എന്ന് പറയുമ്പോൾ u, ഇനി എപ്പോഴും വരയ്ക്കണ്ടല്ലോ, u എപ്പോഴും നെഗറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ. That is minus 36 centimeter. From a concave mirror of focal length f is minus 12. ഇത് എന്തിനാ നെഗറ്റീവ് വന്നതെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഫൈൻഡ് ദ പൊസിഷൻ എന്ന് പറഞ്ഞാൽ v ആണ് വേണ്ടത്. നേച്ചർ ആൻഡ് ഹൈറ്റ്, അതിനൊക്കെ നമുക്ക് ആവശ്യം മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും കാര്യം കയ്യിലുണ്ട്. ഓക്കെ, അപ്പോ യുവും എഫും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് v കിട്ടും. മിറർ ഇക്വേഷൻ 1 by f is equal to 1 by v plus 1 by u. So 1 by minus 12 is equal to 1 by v plus 1 by minus 36. ഇനി ആയിരിക്കുന്നത്. ഇനി 1 by v is equal to, ഇത് ഇവിടെ നിൽക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തോട്ട് പോകും. സോ minus 1 by 12 plus 1 by 36. 12 and 36 ആയതുകൊണ്ട് ഈസി ടു കാൽക്കുലേറ്റ്. 12നെ 36 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ minus 3 by 36 plus 1 by 36, that is minus 2 by 36. minus 3 plus 1 ആണ് -2 ആയത്. This is minus 1 by 18 എന്ന് കിട്ടി. Now this is 1 by v. 1 by v ആണ് ഇപ്പൊ കയ്യിലുള്ളത്. 1 by v is minus 1 by 18. So v is actually minus 18 centimeter. ഇപ്പൊ v കിട്ടി. ഈ നെഗറ്റീവ് സൈൻ കാണുമ്പോൾ തന്നെ പറയാം image is in front of the mirror. In front of the mirror ആണ് ഇമേജ് ഇരിക്കുന്നത്. ഇനി കഴിഞ്ഞില്ലല്ലോ, പോരാ, നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജും കൂടി വേണം. ഹൈറ്റ് ഓഫ് ദ ഇമേജ് വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ v കിട്ടിയിട്ടുണ്ട്. v minus 18 ആണെന്നറിയാം. ഇതെല്ലാം കൂടി വെച്ച് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡയറക്റ്റ് കിട്ടില്ല. അതിന് നമ്മൾ m അങ്ങ് എടുക്കും. m കാൽക്കുലേറ്റ് ചെയ്യും ആദ്യം. m എന്ന് പറയുന്നത്
minus v by u എന്നുള്ള ഇക്വേഷൻ എടുക്കും. ബിക്കോസ് നൗ വി നോ ദ വാല്യൂ ഓഫ് v ആൻഡ് u. അത് ഇവിടെ അങ്ങ് കൊടുക്കുക. -18 ആണ് v. u എന്ന് പറയുന്നത് -36. ദാറ്റ് ഇസ് minus of minus plus ആയി 18 by -36. That is -1/2 ആണ് m. -1/2. In other words, we can say -0.5. ഇങ്ങനെ രണ്ട് രീതിയിലും പറയാം m ന്റെ വാല്യൂ. ഇത് രണ്ടും സെയിം ആണ്. ഇനി m ന്റെ വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ വേറെ കുറെ കാര്യം കിട്ടും. m is negative means it is inverted. Image is inverted. Inverted ആണെങ്കിൽ അത് റിയൽ ആണ്. And one more thing from this m, it is less than 1. Value of m or magnitude of m is less than 1 means it is diminished. Image is diminished. And കഴിഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിലെ ഹൈറ്റ് ഓഫ് ദ ഇമേജും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. സോ അവിടെ നമ്മൾ ഈ എമ്മിന്റെ ഇക്വേഷൻ ഇൻ ദി അതർ ഫോം എടുക്കും. m is hi/ho. എമ്മിന്റെ വാല്യൂ ഞാനിപ്പോ എളുപ്പത്തിന് ഈ -1/2 തന്നെ എടുക്കുകയാണ്. m -1/2 hi അറിഞ്ഞൂടാ, ho അറിയാം 10 ആണ്. From this we will get hi is equal to ഈ 10നെ അങ്ങോട്ട് കൊണ്ടുപോകും -10/2 -5 centimeter. See, this negative sign indicates that image is inverted. പറയുമ്പോ ഇറക്റ്റ് ആണെന്ന് കാണുമ്പോൾ അറിയണം height of the image is positive and so magnification is also positive. ഇനി image of size തന്നിട്ടുണ്ട് 10 centimeter tall. അത് ഇതാണ് ആള്. hi ആണ് ഇപ്പൊ തന്നിരിക്കുന്നത് 10 centimeter. We have to find u. Okay, and ഇതിന്റെ ഇടയിൽ ഒരാളെ വിട്ടുപോയി ഞാൻ. Concave mirror of focal length f is also given. Okay, f തന്നിട്ടുണ്ട്, that is 10 centimeter. That should always taken as negative because it is concave mirror in front of the mirror. അപ്പൊ f എപ്പോഴും നെഗറ്റീവ് ആണ്. അതും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതിന്ന് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളതാ. ഇവിടെ നോക്കിക്കോ, hi ഉണ്ട്, ho ഉണ്ട്, f ഉണ്ട്, and m നമുക്ക് കിട്ടും. m എന്ന് പറയുന്നത് hi/ho, that is 6/2 3. m എന്ന് പറയുന്നത് കിട്ടി. m ന്റെ വാല്യൂ കിട്ടി. -v/u ആണ് ആക്ച്വലി m, and that is 3 എന്നിപ്പോ കിട്ടി. hi/ho 3 ആണ്. അത് ഇങ്ങോട്ട് എടുത്തു. So from here we will get a relation between v and u like this. -v is 3u, you know, or we can take v is -3u. ഇങ്ങനെ കിട്ടും. അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പൊ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഓക്കെ, അത് വെച്ച് മൂവ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് മിറർ ഇക്വേഷൻ. 1/f is 1/v plus 1/u. ഓക്കെ, ഇതിലോട്ട് ഈ വാല്യൂസ് കൊടുക്കാം. f എന്ന് പറയുന്നത് -10 ആണ്. അത് ഇങ്ങോട്ട് കൊടുക്കുകയാണ് 1/-10. ഇനി v എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഫിക്സ് ചെയ്ത് നിൽക്കുക. അപ്പൊ നമുക്ക് v ആണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ v തന്നെ എല്ലാം നിർത്തായിരുന്നു. ബട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് u ആണ്. സോ എല്ലാം ഇൻ ടേംസ് ഓഫ് u ആയിട്ട് ഞാൻ മാറ്റുകയാണ്. v എന്ന് പറയുന്നതിനെ ഞാൻ ഇനി ഇവിടെ കിടപ്പുണ്ടല്ലോ റിലേഷൻ -3u എന്ന് എടുക്കുകയാണ്. 1/-3u എന്നാക്കി v. കണ്ടോ, ഇപ്പൊ എല്ലാം യുവിലായി. ഇനി u ഇതിൽ നിന്ന് കിട്ടും. അതാണ് ട്രിക്ക്. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ഇത് -1/10 ഉണ്ട്. ഇവിടെ ഒരു 3 വരണമെങ്കിൽ മുകളിൽ ഒരു 3 വേണം. -1/3u പ്ലസ് 3/3u. കണ്ടോ, ഞാൻ മുകളിലും താഴെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നൗ വി ഹാവ് ദ സെയിം ഡിനോമിനേറ്റർ. സോ -1 പ്ലസ് 3, ദാറ്റ് ഇസ് 2. 2/3u ആണ് ഇപ്പൊ കിടക്കുന്നത്. 2/3u എന്ന് പറയുന്നത് നമുക്കിപ്പോ -1/10 കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഈ 3uനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാല് -3u/10 ആണ് 2. സോ u ഈസ് ഈ 10 അങ്ങോട്ട് പോവാണ്. ആൻഡ് നെഗറ്റീവ് സൈൻ ഓൾസോ എല്ലാം അങ്ങോട്ട് പോയി. ബാക്കി ഇനി ഇങ്ങനെയായി -20/3. ഇത്രയും സെന്റിമീറ്ററോ. ഇത് നമുക്ക് ഡെസിമൽ ആയിട്ടും എടുക്കാം. -6.66 സെന്റിമീറ്റർ എടുക്കാം.